ഈ വികസന വിഷയത്തിൽ സംവാദമാകാം എന്ന് മുഖ്യമന്ത്രി പറയുന്നു. നിങ്ങളതിന് സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സംവാദം തുടങ്ങിയ ആദ്യ മിനിറ്റിൽ വയനാട്ടിലെ പിരിച്ച പൈസ എവിടെയെന്നും മുഖ്യമന്ത്രി ചോദിക്കുകയും സംവാദം അവസാനിക്കുകയും ചെയ്യില്ലേ? അല്ല, കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഒരു സമയമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും തമ്മിൽ വികസന കാര്യങ്ങളിൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് അവരുടെ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ആ വാദമുഖങ്ങളിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പറയാം, എന്ത് ചെയ്തില്ല എന്നും എന്തെല്ലാം പോരായ്മകളുണ്ട് എന്നും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് പറയാം. നമ്മൾക്കറിയാം, നേരത്തെയും ഇതുപോലെയുള്ള മാതൃക കേരളത്തിലുണ്ടായിട്ടുണ്ട്. പണ്ട് ശ്രീ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്ന കാലത്ത് ലോട്ടറി വിഷയത്തിൽ ഒരു സംവാദത്തിന് തോമസ് ഐസക്കാണ് വെല്ലുവിളിച്ചത്. അന്ന് MLA ആയിരുന്ന ശ്രീ VD സതീശൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും പ്രസ് ക്ലബിൽ വെച്ച് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ഒരു സംവാദം നടക്കുകയും ചെയ്തു. അതിൻ്റെ റിസൾട്ട് നമ്മൾ ഞാനതിനെ ഇകഴ്ത്താനോ പുകഴ്ത്താനോ ഒന്നും തയ്യാറല്ല. പക്ഷേ അത് കേരളീയ സമൂഹത്തിലേക്ക്, പൊതുസമൂഹത്തിലേക്ക്, മാധ്യമ പ്രവർത്തകരിലേക്ക്, രാഷ്ട്രീയക്കാരിലേക്ക് കൊടുത്തൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം വളരെ പോസിറ്റീവായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതേപോലെയുള്ള സംവാദം വീണ്ടും തുടരട്ടെ. 1 മണിക്കൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും അവരുടെ സമയം മാറ്റിവെച്ച് ചർച്ച ചെയ്യട്ടെ. അപ്പൊ നമ്മൾക്കറിയാം വയനാട്ടിൽ എന്ത് സംഭവിച്ചു. അതാണല്ലോ ശ്രീ ഇഷാദിന്റെ ചോദ്യം. വയനാട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു ചർച്ചയാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പ്രയാസവുമില്ല. അത് എവിടെ നിങ്ങൾ ചർച്ചയ്ക്ക് വന്നാലും ഞങ്ങളുടെ വേർഷൻ പറയാൻ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. സർക്കാരിന്റെ വേർഷൻ സർക്കാരും പറയട്ടെ. ഇപ്പോൾ ഇഷാദ് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, നിങ്ങൾക്ക് മീഡിയ വൺ ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് 178 വീടുകൾക്ക് കൊടുത്ത താക്കോലും അവിടെ DYFI കൊടുത്ത TVയും ഒക്കെ നിങ്ങൾക്ക് പോയി പരിശോധിക്കാവുന്നതാണ്. ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾ ഏകദേശം 900ഓളം കോടി രൂപ സർക്കാരിന്റെ കയ്യിൽ കൊടുത്ത് പുനരധിവാസ പ്രക്രിയ പൂർത്തീകരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിട്ട് സർക്കാരിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ ജീവിക്കുന്ന തെളിവ് വയനാട്ടിലുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സർക്കാരിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞുവെന്നും നിങ്ങൾക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞുവെന്നും അവിടെ പോയി നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾ പെർഫെക്ഷൻ ഇഷ്യൂ ആണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. സർക്കാർ അവിടെ സ്ഥലമെടുത്തു, കോടതി വ്യവഹാരങ്ങളുടെ സങ്കീർണതകളെ മറികടന്നു, അവിടെ വീട് വെച്ചു. പൂർണ്ണമായി കാണത്തില്ല, ചിലയിടത്തൊക്കെ ചില പെർഫെക്ഷൻ ഇഷ്യൂസ് കാണും. ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ച പണമാണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ. നിങ്ങളും പിരിച്ചത് നാട്ടുകാരുടെ പൈസ തന്നെയാണ്. നിങ്ങളത് ശരിയായി വിനിയോഗിക്കും സമയബന്ധിതമായി എന്ന് വിചാരിച്ചിട്ട് നാട്ടുകാർ എന്ന പൈസ രണ്ടും നാട്ടുകാരുടെയാണ്. അത് ആരാണ് ശരിയായി വിനിയോഗിച്ചതെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. CPMകാരായിട്ടുള്ള DYFIക്കാർ ശരിയായിട്ട് വിനിയോഗിച്ചു, സർക്കാർ വിനിയോഗിച്ചു, മുസ്ലിം ലീഗ് വിനിയോഗിച്ചു. കാരണം വയനാട്ടിലേത് നമ്മുടെ ഒരു വൈകാരിക പ്രശ്നമായിരുന്നു. ആ വൈകാരിക പ്രശ്നത്തിൻ്റെ സവിശേഷത ശരിയാവണ്ണം മനസ്സിലാക്കി സവിശേഷമായി തന്നെ എല്ലാ കക്ഷികളും ഇടപെട്ടു. നിങ്ങളൊഴികെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പിരിച്ചു. CMDRFിൻ്റെ കഥ പറഞ്ഞ പോലെ നിങ്ങൾ പിരിച്ചത്. അതിൻ്റെ റിസൾട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവിടെ കുറേ തരിശ് ഭൂമിയുണ്ട്, കുറേ സ്ഥലത്ത് കല്ലിട്ടിട്ടുണ്ട്. ഇതാണ് ഒരു ട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യനാണിത്. നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ ആര് സമയബന്ധിതമായി ഇടപെടും, ആര് വേഗത്തിൽ ഇടപെടും, ആര് വീട് തരും? ഈ ചോദ്യം മുഖ്യമന്ത്രിയുടെയും VD സതീശൻ്റെയും മേശപ്പുറത്ത് വന്നാൽ പെട്ടെന്ന് ബാക്ക് ഫുട്ടിലായി പോകില്ലേ VD സതീശൻ എന്നാണ് ഞാൻ ചോദിച്ചത്. നിഷാദിന് ഏതെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ നിഷാദിന് സംശയം പ്രകടിപ്പിക്കാം. ഞങ്ങൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായ കാലത്ത് ഞങ്ങൾ പ്രഖ്യാപിച്ചത് ഞങ്ങൾ 100 വീട് കൊടുക്കും എന്നായിരുന്നു. പലവട്ടം ഗവൺമെന്റുമായി ചർച്ച നടത്തി. ഗവൺമെന്റിന്റെ പോളിസി പ്രഖ്യാപിച്ചത് 1 കൊല്ലത്തിന് ശേഷമാണ്. അവിടെ ഞങ്ങൾ ഭൂമി തരില്ല, നിങ്ങൾ വീടിന് 30 ലക്ഷം രൂപ വെച്ച് ഞങ്ങൾക്ക് തരണം. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സ്വീകാര്യമായില്ല, മുസ്ലിം ലീഗിന് സ്വീകാര്യമായില്ല. മുസ്ലിം ലീഗ് വളരെ പെട്ടെന്ന് ഭൂമി എടുക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് പോയി. അവർ ഭൂമി എടുത്ത സമയത്ത് ഇതേപോലെയുള്ള പരിപാടികൾ, മാർച്ച് അവിടെ സംഘടിപ്പിച്ചു. ഭരണപക്ഷ രാഷ്ട്രീയം മുസ്ലിം ലീഗ് എടുത്ത സ്ഥലത്തിന്റെ പേരിൽ ആക്ഷേപം ഉന്നയിച്ചു. കോൺഗ്രസ് സ്ഥലത്തിന് പരിധി കടന്നു. നമ്മൾക്കറിയാം വയനാട്ടിൽ സ്ഥലം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങളുണ്ട്. അത് സർക്കാരും അനുഭവിച്ചതാണ്. ഞങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലം മേപ്പാടി പഞ്ചായത്തിൽ കിട്ടി. ഞങ്ങൾ അതിന്റെ രജിസ്ട്രേഷനിലേക്ക് കടന്നു. ഞങ്ങൾ അതിന് പ്ലാൻ കൊടുത്തു. ഞങ്ങൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നു. ആ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് സമയബന്ധിതമായി അത് ജനങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല. നിങ്ങൾക്ക് ഓഡിറ്റ് നടത്താം, അല്ലാതെ കോൺഗ്രസ് അത് ഒളിച്ചു വെച്ചു എന്നോ. അത് ഗവൺമെന്റ് സമയബന്ധിതമായിട്ടുണ്ട് എങ്കിൽ ഗവൺമെന്റിന് ഇന്ന് മുസ്ലിം ലീഗ് സമയബന്ധിതമായി 51 വീടുകൾ പൂർത്തീകരിച്ചു. അത് കറക്റ്റാണ്. സർക്കാരിന്റെ കയ്യിൽ പണമുണ്ടായിട്ടും സാധ്യതകൾ ഉണ്ടായിട്ടും സർക്കാരിന് എല്ലാവിധ അധികാരങ്ങളുണ്ടായിട്ടും
ഉദ്ഘാടനം ചെയ്ത ഒരു വീടിനപ്പുറത്തേക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം പ്രിയപ്പെട്ട നിഷാദ്